ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അവർക്ക് നിങ്ങളടുത്ത് സ്നേഹമുണ്ടോ? ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? അവർക്ക് നിങ്ങളടുത്ത് സ്നേഹമുണ്ടോ? Trapped in fear, emotional loss, harmony. Okay. Okay. നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒറാക്കിൾ കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് വാൻഡ്സ്, അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നാണ് സിറ്റുവേഷൻ. 3 ഓഫ് പെൻഡക്കിൾ, സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ എന്താണ്? സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, നയൻ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾ, സിക്സ് ഓഫ് കപ്സ്. Okay. 8 of cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 2 of wands ആണ്. ഓക്കെ, ഈ കാർഡ്സിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ പേഴ്സണ് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹമുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരുടെ ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നില്ല. മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ പോകുന്നവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം, ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അവർ റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്മൂത്ത് ഗോയിങ് എനർജി ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകുക ഇതിനു മുൻപേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ കറന്റ്ലി ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ ഇല്ല. അതായത് തേർഡ് പാർട്ടി പോയിട്ടുണ്ട്, നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടി പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ഫാമിലി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടേതായിരിക്കാം. ഫാമിലിയുടെ ഒരു കയ്യൊപ്പ് ഇവിടെ കാണുന്നുണ്ട്.
ഓക്കെ, 3 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയാണ്. ഓക്കെ, ചിലരതെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഓക്കെ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അത് എൻഡ് ആയിട്ട് പോകും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഇപ്പൊ നിങ്ങൾ കുറച്ചൊരു പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമാണുള്ളത്. പക്ഷേ അവരുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് ആരെയൊക്കെയോ ഭയക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. ആരെയൊക്കെയോ ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആരെയൊക്കെയോ പേടിക്കേണ്ട ഒരു കാര്യം, അവർ ട്രാപ്പായിട്ട് കിടക്കുന്നത് പോലെയാണ്. ഓക്കെ, ഇതിപ്പോ നിങ്ങളൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ വൈഫ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അവർ റെസ്പോണ്ട് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ഒരു മിറാക്കിൾ പോലെ കണ്ടുമുട്ടിയ ആളുകളായിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതും അവരുടെ ഫോഴ്സോട് കൂടി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാകും. ഓക്കെ, പക്ഷേ നിങ്ങൾ പരസ്പരം പറഞ്ഞ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ മാറ്റി നിർത്തി അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്നതിന്റെ കാര്യം അവർക്ക് മറ്റു പലതിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആർക്കൊക്കെയോ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, മാരേജ് ആയിട്ടുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ കടമയാണ്. അപ്പം അത് വിട്ടിട്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊരു മെച്ചുവേർഡ് ആയിട്ട് കാണുന്ന ആളായിരിക്കാം. അതായത് എവിടെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും ഈ പേഴ്സൻ്റേത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് കുട്ടികളെ പോലെയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വേദനിക്കും. ചെറിയൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, പെട്ടെന്ന് നിങ്ങൾക്ക് പെയിൻ ആകുന്ന ഒരവസ്ഥയാണ്. ചെറിയൊരു നിങ്ങൾക്ക് അറിയാം ആ പേഴ്സൺ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്, അവർക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ പേഴ്സന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. മെച്ചുവേർഡ് ആണ്, നിങ്ങൾക്ക് പ്രായമുണ്ടാകാം, പക്ഷേ നിങ്ങളൊരു കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്ക്. ഓക്കെ, ആ പേഴ്സണെ സംബന്ധിച്ച് അവര് പരമാവധി നിങ്ങളടുത്തോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി, തന്ത്രപൂർവ്വം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളടുത്തോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അവരുടെ ഉള്ളിൽ അവർ ഈ ഇമോഷൻസും ഒക്കെ അവർ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണ്, പുറത്തോട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഈ സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ളത്. കാര്യം അവർ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് പറയുന്ന സമയത്ത്, നിങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അവരതൊരു തമാശ രീതിയിലൊക്കെ എടുക്കുന്നുണ്ടാകാം. പക്ഷെ അവർക്കറിയാം അവരുടെ ഉള്ളില് അവർക്ക് സന്തോഷം വരുന്നുണ്ട്, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ മാത്രമാണ് വേണ്ടത് എന്നൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയുമ്പോൾ അവർക്കത് വളരെ സന്തോഷമാണ്. പക്ഷെ ആ പുറത്ത് ആ ഒരു ഫീലിങ്സ് ഒന്നും തന്നെ കാണിക്കാൻ, ഇമോഷൻസ് കാണിക്കാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. ഓക്കെ, കാര്യം അവർക്ക് പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, പല ആളുകളെയും ഭയക്കേണ്ട, അല്ലെങ്കിൽ പല ആളുകൾക്കും എന്താ പറയാ, പലതും ചെയ്തു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്.
അവർക്ക് ചിലപ്പോൾ ഫാമിലി ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് വൈഫ് ഉണ്ടായിരിക്കാം. നിങ്ങളൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, പക്ഷെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ളത് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഫ്യൂച്ചർ അവർ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി വളരെ എന്താ പറയാ ഫുൾഫിൽമെന്റ് ആയിട്ട് വരുന്ന ഒരു ഫാമിലിയാണ് അവർ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അതിലൊരു ബാലൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് അവർക്ക് അതിന് സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് അവർക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ തുറന്നു പറയണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. എല്ലാം നിങ്ങളടുത്തോട്ട് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇതാണുള്ളത്, എൻ്റെ സിറ്റുവേഷൻസ് ഇതാണ് എന്ന്, അല്ലെങ്കിൽ നിന്നെ എനിക്ക് സ്വന്തമാക്കണം, അങ്ങനെയൊക്കെയുള്ള തോട്ടുകൾ അവർക്കുണ്ട്. പക്ഷേ അവർക്കത് നിങ്ങളടുത്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല. കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഇവരിൽ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ ഇവരെ തന്നെ പ്രതീക്ഷിച്ച് നിൽക്കും. ഒരു പ്രതീക്ഷ വെറുതെ കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള തോട്ടിൽ അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അവരുടെ ഇമോഷൻസ്. ഓക്കെ, അവർ തന്നെ ഉള്ളിൽ സ്വയം വേദനിക്കുകയാണ്. ഓക്കെ, ഒരു ലൈറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ലൈറ്റാണ്, അതായത് സൺകാർഡാണ് മീൻ ചെയ്യുന്നത്. സൺകാർഡാണ്. ഒരു വെളിച്ചം വരും ഒരു ടൈമില്, ഒരു പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു വെളിച്ചം വരുന്നതാണ്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണ് അത് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ എടുക്കുക, പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ അതിൽ വിശ്വസിക്കുക. ഓക്കെ, ഒരു കപ്പ് എനർജിയിലേക്ക് അറ്റ് ലാസ്റ്റ് വരുന്നതാണ്. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസ് ആണ്. അവർക്ക് എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരുപാട് വ്യക്തികൾ അവരുടെ ലൈഫിലുണ്ട്. സോ അതിലേക്ക് അവർ ഇൻവോൾവ് ആയി പോകുന്ന, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നിങ്ങളടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷെ ആ ഒരു സ്നേഹം അവർക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, കാത്തു നിൽക്കുകയാണ്. അവരുടെ ആ സിറ്റുവേഷൻസ് ഒക്കെ എൻഡ് ആകാൻ വേണ്ടിയിട്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക് ആണ് വന്നിട്ടുള്ളത് ഇത്. അവര് എൻഡ് ആകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ആ സിറ്റുവേഷൻസ് ഒക്കെ വെയിറ്റ് ചെയ്യാണ് ആ പേഴ്സൺ. ഇതൊക്കെ ഒന്ന് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, ഈ അവസ്ഥകളൊക്കെ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, ദെൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരു, ഇതെല്ലാം വന്നിരിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. ഒരു ഫാമിലിയാണ്, നിങ്ങളുടെ കൂടെയുള്ള ഒരു എൻജോയ്മെന്റ് ആണ്, ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂസ് നമുക്ക് നോക്കാം. റൊമാൻസ് ആണ് വന്നിട്ടുള്ളത്. A message for you. I am thinking of you this very moment. Your love fills me with light. I love you. ഒരു കാർഡും കൂടെ. വെയിറ്റ്. കണ്ടോ? Don't rush into it. Allow natural to take its course. അതായത് യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ആ യൂണിവേഴ്സിന് തന്നെ അത് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യാന്നുമാണ് പറയുന്നത്. പിന്നെ ആ പേഴ്സൺ പറയുന്നത് നിങ്ങളടുത്ത് ഇഷ്ടമാണ്, ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ്. പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടറിയണം ആ സിറ്റുവേഷന്. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അപ്പൊ ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.